മലയാളികൾക്ക് എന്നും ആത്മവിശ്വാസത്തിന്റെ പര്യായമായിരുന്നു CJ റോയ് എന്ന ബിസിനസ്സുകാരൻ. ആഡംബര കാറുകളുടെയും വിമാനങ്ങളുടെയും അകമ്പടിയോടെ ബിസിനസ് ലോകത്ത് വിസ്മയങ്ങൾ തീർത്ത കോൺഫിഡന്റ് ഗ്രൂപ്പ് ഉടമ. സമ്പന്നതയുടെ കൊടുമുടിയിൽ നിൽക്കുമ്പോഴും തീർത്തും സാധാരണക്കാരനെ പോലെ പെരുമാറുന്ന, പാവങ്ങളെ അറിഞ്ഞു സഹായിക്കുന്ന അതേ റോയിയുടെ അകാല വിയോഗത്തിന്റെ ഞെട്ടലിലാണ് ഇപ്പോൾ മലയാളികൾ. സ്വന്തം തോക്കുപയോഗിച്ച് അദ്ദേഹം സ്വയം വെടിയുതിർക്കുകയായിരുന്നു. ബംഗളൂരുവിലെ കോൺഫിഡന്റ് ഗ്രൂപ്പിന്റെ കോർപ്പറേറ്റ് ഓഫീസിൽ വെച്ചാണ് സംഭവം നടക്കുന്നത്. ആദായ നികുതി റെയ്ഡിനിടയിലാണ് സംഭവമെന്നാണ് വിവരം. എപ്പോഴും ചിരിച്ച മുഖത്തോടെ മാത്രം കണ്ടിട്ടുള്ള, തളരാത്ത ആത്മവിശ്വാസം കൈമുതലായുള്ള ഒരു മനുഷ്യൻ എന്തിന് ഇങ്ങനെ ചെയ്തു എന്ന ഞെട്ടലിലാണ് എല്ലാവരും. 2006 അദ്ദേഹം കോൺഫിഡന്റ് ഗ്രൂപ്പ് സ്ഥാപിക്കുന്നത്. ചുരുങ്ങിയ കാലയളവിനുള്ളിൽ തന്നെ ലോകത്തിന്റെ പല ഭാഗങ്ങളിലായി നൂറുകണക്കിന് പ്രൊജക്ടുകൾ പൂർത്തിയാക്കി ഈ സ്ഥാപനത്തെ അദ്ദേഹം വലിയൊരു സാമ്രാജ്യം തന്നെയാക്കി മാറ്റി. ആഡംബര കാറുകളോടെ അദ്ദേഹത്തിന് വലിയ ഭ്രമമായിരുന്നു. ലോകത്തിലെ മുൻനിര കാറുകളെല്ലാം അദ്ദേഹത്തിന്റെ ഗ്യാരേജിലുണ്ട്. ഇതുകൂടാതെ 36-ാമത്തെ വയസ്സിൽ സ്വന്തമായി ഒരു വിമാനം വാങ്ങിച്ച ആളുകൂടിയാണ് അദ്ദേഹം. അതും ₹1 പോലും കടം വാങ്ങിക്കാതെ സ്വന്തമായി അധ്വാനിച്ച പണം കൊണ്ട്. ഇന്ന് ലോകം കാണുന്ന അതിസമ്പന്നനായ വ്യവസായിയിലേക്കുള്ള CJ റോയിയുടെ യാത്ര അദ്ദേഹത്തിന്റെ കഴിവിന്റെയും ആത്മവിശ്വാസത്തിന്റെയും ഫലമാണെന്ന് പറയാം. അദ്ദേഹം എപ്പോഴും അഭിമുഖങ്ങളിൽ പറയുന്ന ഒരു കഥയുണ്ട്. മാരുതി കാറുകൾ ഇന്ത്യൻ നിരത്തുകൾ കീഴടക്കുന്നതിന് മുൻപ് വിപണിയിലുണ്ടായിരുന്ന ഡോൾഫിൻ എന്ന കാറിനെ കുറിച്ച്. 13 വയസ്സുള്ളപ്പോൾ ഒരു ഷോറൂമിന് മുന്നിൽ ആ കാറിനെ കൗതുകത്തോടെ നോക്കി നിന്ന പയ്യനോട് ഷോറൂമിലെ സെയിൽസ്മാൻ പറഞ്ഞത്, "നീ എവിടെയാടാ കാർ വാങ്ങുന്നത്, ഇറങ്ങിപ്പോയെന്നാണ്." ആ അപമാനം റോയിയുടെ ഉള്ളിൽ ഒരു കനലായി എരിഞ്ഞു. അന്ന് ആ 13കാരൻ മനസ്സിൽ ഉറപ്പിച്ചു, "ഞാൻ പണമുണ്ടാക്കും, ലോകത്തെ ഏറ്റവും മികച്ച കാറുകൾ തന്നെ സ്വന്തമാക്കുമെന്ന്." ആ വാശിയാണ് പിന്നീട് ലോകം കണ്ട കോടീശ്വരനായ വ്യവസായിയെ സൃഷ്ടിച്ചത്. റോയിയുടെ ബിസിനസ് പാഠങ്ങൾ തുടങ്ങുന്നത് സ്വന്തം വീട്ടിൽ നിന്ന് തന്നെയാണ്. അമ്മയുടെ നിർമ്മാണ പ്രവർത്തനങ്ങളിൽ സഹായിയായാണ് അദ്ദേഹം ബിസിനസിന്റെ ആദ്യ പാഠങ്ങൾ പഠിക്കുന്നത്. മെക്കാനിക്കൽ എഞ്ചിനീയറായി ജോലി ചെയ്യുമ്പോഴും സ്വന്തമായി എന്തെങ്കിലും ചെയ്യണമെന്ന മോഹം അദ്ദേഹത്തെ വേട്ടയാടിക്കൊണ്ടിരുന്നു. ആദ്യം പാർട്ട് ടൈം ബിസിനസ് ആയിരുന്നു. പിന്നീട് ജോലി രാജിവെച്ച് പൂർണ്ണമായും റിയൽ എസ്റ്റേറ്റ് രംഗത്തേക്ക് പ്രവേശിക്കുകയായിരുന്നു. ആത്മവിശ്വാസം തന്നെയാണ് അദ്ദേഹത്തെ ഇന്ത്യയിലെയും വിദേശത്തെയും വലിയ പ്രൊജക്ടുകളുടെ അമരക്കാരനാക്കി മാറ്റിയത്. ഇതൊന്നും കൂടാതെ പാവങ്ങളുടെ കണ്ണീരൊപ്പാൻ ആ കൈകൾ എപ്പോഴും സന്നദ്ധമായിരുന്നു. ആയിരക്കണക്കിന് നിർധനർക്ക് അദ്ദേഹം കൈത്താങ്ങായി. കേരളത്തിലെ മഹാപ്രളയത്തിൽ വീട് നഷ്ടപ്പെട്ടവർക്ക് നിരവധി വീടുകൾ അദ്ദേഹം നിർമ്മിച്ചു നൽകുകയും ചെയ്തിരുന്നു. കൂടാതെ പാവപ്പെട്ടവരുടെ ഹൃദയ ശസ്ത്രക്രിയകൾക്കായി നിരവധി സഹായവും ചെയ്തു. ഒടുവിൽ മലയാളികളുടെ ഹൃദയം കീഴടക്കിയ CJ റോയ് ഈ ലോകത്തോട് വിട പറഞ്ഞിരിക്കുകയാണ്.